നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹക്ക നൂഡിൽസ് നമുക്ക് ഗ്രോസറി സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ, മാഗി പോലത്തെ, അതൊന്നും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ട് കേക്ക് പോലെ വലിയ രണ്ട് കേക്കാണുള്ളത്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാൻ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാൻ, അതായത് കുറച്ച് കൂടുതൽ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നൂഡിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പാക്കുന്ന ഒരു ഇതെടുത്തിട്ട് ഇടുകയാണ്. അപ്പോൾ വെള്ളം മേലെ നിൽക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒക്കെ ആ പാക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ അഥവാ ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഓവർ കുക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അത് അരിച്ചു മാറ്റുകയാണ്. ഒരു സ്ട്രെയിനിലേക്ക് ഒഴിച്ച് വെള്ളം ഊറ്റി മാറ്റുകയാണ്. കൂടുതൽ സമയം നിൽക്കും തോറും വെന്ത് വരുന്നതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തമ്മിലിങ്ങനെ പറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇതാ ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. അപ്പോൾ ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തത്. സ്പ്രിംഗ് ഓണിയന് സാധാരണ പോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ 2 മുട്ടയാണ്, അത് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ സെയിം ഓയിൽ, നമ്മൾ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്, അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ മാത്രം ഈ സമയത്ത് ഇടുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഓവർ കുക്കായൊന്നും വരണ്ട, ജസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി. സോട്ട് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ആയി വരുന്ന സമയത്ത് 2.5 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വിനീഗറും, പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ വിനീഗറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള മുട്ടയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യും, പ്രത്യേകിച്ച് നമ്മൾ ഡാർക്ക് സോയ സോസ് ഉപയോഗിച്ചതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഹക്ക നൂഡിൽസ്. അപ്പോൾ റെഡി ആയതുകൊണ്ട് ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് ഏത് തരം വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഹക്ക നൂഡിൽസും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ റെസ്റ്റോറൻറ്റിലുള്ള അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.